കവറപ്പുറം എന്ന് പറയുന്ന പ്രദേശം ശരിക്കും കൃഷിക്കാരും മലയോര കൃഷിക്കാരുമായിരുന്നു ഏറ്റവും കൂടുതൽ. അത് എന്ന് വെച്ചാൽ മലയോര കൃഷിക്കാരെന്ന് വെച്ചാൽ മലയിൽ പോയി ഈറ്റ വെട്ടി ജോലി ചെയ്യുന്ന ഒരു സാധാരണ ഒരു സമൂഹം ജീവിച്ചിരുന്ന സ്ഥലമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലം അകപ്പറമ്പായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഇടവക. ആ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് മൂലം 40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പള്ളി വേണമെന്നും ആ പള്ളിക്ക് വേണ്ടി ഞങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങൾ ഒത്തിരി ശ്രമിച്ചു. അതിൻ്റെ പരമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ കിട്ടി. ഞങ്ങളൊരു പള്ളി പണിതു. ആദ്യമായിട്ടൊരു കപ്പോളയാണ് തുടക്കം വയ്ക്കുന്നത്. അതിനുശേഷം ഈ പള്ളി പണിയാൻ വേണ്ടി ഇവിടെ ആദ്യമായിട്ട് വന്നത് വികാരിയായിട്ട് ഞങ്ങൾ കിട്ടിയത് ഫാദർ തോമസ് പുതുപള്ളിയിൽ എന്ന് പറയുന്ന അച്ഛനാണ്. 45 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു പള്ളിയാണ്. അങ്ങനെ ഈ ഇടവക സമൂഹം മൊത്തം അകപ്പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വന്നവരാണ്. അതിനുശേഷം പള്ളിയുടെ പ്രവർത്തനങ്ങൾ ഏകദേശം 20 വികാരിമാരോടത്തോളം ഈ ഇടവകയിൽ സേവനം അനുഷ്ഠിച്ചു. പള്ളി വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. അതിന്റെ പൂർണ്ണതയിലെത്തി. അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 4 വർഷം മുമ്പ് ഫാദർ ജോൺ പുതുവയെ കിട്ടിയത്. ജോൺ പുതുവ ഞങ്ങൾക്ക് ഏറ്റവും ഒരു വലിയ നിധിയായിരുന്നു. കാരണം 4 വർഷമായിട്ട് ഞങ്ങളുടെ ഇടവകയെ നയിച്ചുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരെയും ഒരുമിച്ച് നല്ല സൗഹാർദ്ദതയോടുകൂടി നല്ല രീതിയിൽ തന്നെ ഫാദർ ജോൺ പുതുവ ഞങ്ങളെ ഇടവകയെ കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ തിരുനാളിനെ കുറിച്ച് പറയുമ്പോൾ സെന്റ് സെബാസ്റ്റ്യനും വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യാളത്തിയുടെയും നാമധേയത്തിലാണ് ഈ പള്ളി. ഈ പള്ളി അവരുടെ പേരിലാണ് എങ്കിലും നാനാജാതി മതസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ തിരുനാൾ കർമ്മങ്ങളും ഏതാവശ്യങ്ങൾക്കും ഞങ്ങൾ നാനാജാതി ജനങ്ങളെ മതസ്ഥരെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ സന്തോഷപൂർവമായിട്ട് യാതൊരുവിധ അതിനെ പറയുന്ന ജാതിപരമായിട്ടോ മതപരമായിട്ടോ ഒരു വേർതിരിവില്ലാതെ നല്ല രീതിയിൽ നടത്തുന്ന തിരുനാളാണിത്. അതോടൊപ്പം ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് 40 കൊല്ലമായിട്ട് ഞങ്ങളുടെ ഈ പള്ളിയിൽ അമ്പേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മേനാച്ചേരി ശശിധരൻ എന്ന് പറയുന്ന ഒരു ആനയുണ്ടായിരുന്നു. ഈ വർഷം മാത്രം കഴിഞ്ഞ വർഷം ആന ചെരിഞ്ഞു. അതുകൊണ്ട് 40 വർഷത്തിന് ശേഷം ശശിധരൻ ഇല്ലാതെ നടക്കുന്ന ഒരു തിരുനാൾ കൂടിയാണിത്. അത് എടുത്തു പറയേണ്ടത് ഒരു ആവശ്യമാണ്. അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തി ഇത് ഈ കവരപ്പറമ്പിന്റെ ദേശീയ ഉത്സവം പോലെ തന്നെ നടത്തുന്ന ഒരു തിരുനാളാണ്. ഈ വർഷം ഞങ്ങൾ ഒരു പുതിയ പരിപാടി കൂടി ഇടവരെ എല്ലാ അതിർത്തിയും ചുറ്റി നമ്മുടെ പതാക പ്രയാണം നടത്തി പതാകയിൽ നിന്ന് പള്ളിയിൽ കയറി വളരെ സന്തോഷകരമായിട്ട് ഈ തിരുനാൾ ഇവിടെ കൊണ്ടാടുകയാണ്. ഇതിൽ ഒരു ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഇത് ഉൾപ്പെടുത്തുന്നു. എല്ലാവരും ഇതിൽ സഹകരിക്കുന്നുണ്ട്. അതിലൊത്തിരി സന്തോഷവും നന്ദിയുമുണ്ട്.